എത്ര വിനയാതിരേകത്തോടെയാണ് വസിഷ്ഠമഹർഷിയെ ശ്രീരാമൻ നമസ്കരിക്കുന്നത്. ഉചിതമായ രീതിയിൽ ശ്രീരാമൻ മഹർഷിയെ സ്വീകരിക്കുന്നു. കുലഗുരുവിൻ്റെ പാദം കഴുകിയ തീർത്ഥം ശിരസിൽ ധരിക്കയാൽ താൻ പുണ്യവാനായി ഭവിച്ചിരിക്കുന്നു എന്നു പറയുന്ന ശ്രീരാമനോട് വസിഷ്ഠന് പറയാനുള്ളത് മറ്റൊന്നാണ്. ശ്രീരാമൻ ആരാണെന്നും എന്തിനായാണ് അവതരിച്ചതെന്നുമുള്ള നിഗൂഢ സത്യം. മഹാവിഷ്ണു ശ്രീ ലക്ഷ്മീദേവിയോടുകൂടി ഭൂമിയിൽ അവതരിച്ചത് ദേവന്മാരുടെ കാര്യാർത്ഥസിദ്ധിക്കു വേണ്ടി രാവണനെ നിഗ്രഹിക്കുന്നതിനും ഭക്തജനത്തിനു മുക്തി ലഭിക്കുന്നതിനും വേണ്ടി. ഇതൊക്കെയും ജഗദീശ്വരൻ്റെ മായാവിലാസങ്ങളാണെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കാൻ കവി മടിക്കുന്നില്ല. വാസ്തവത്തിൽ ശിഷ്യൻ താനാണ്, ആചാര്യൻ ശ്രീരാമനാണ് എന്ന് വസിഷ്ഠൻ തുടർന്നു പറയുന്നു. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹം എത്രയും ഭാസ്വരം ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ പൽകലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാംഗന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായ നടിയനദീവകൾ ഇന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതെപ്പോൾ നൃപാത്മജ ത്വൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം.
കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ഗീതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായന്തര്യാമിയായി, സർവജഗദ്യന്ത്രവാഹകനായ നീ. ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ, മർത്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം.